കഥ ഇഷ്ടിക ചുമരിലെ വെളുത്ത അക്ഷരങ്ങൾ. രചന പ്രശാന്ത് വിശ്വനാഥൻ. നഗരവീഥികളിൽ അപ്പോഴും മഴ ആർത്തലച്ചു പെയ്യുകയായിരുന്നു. ചുവപ്പ് നിറമുള്ള ഗുൽമോഹർ പൂക്കൾ തെരുവുകളിൽ വീണ് കിടന്നു. ഓണപ്പാട്ടിൻ്റെ മൃദുതാളങ്ങൾ ഇടവഴികളിലൂടെ ഒഴുകി. എല്ലായിടത്തും പൂക്കൾ നിറഞ്ഞിരിക്കുന്നു. ചെറുതും വലുതുമായ വൃത്തങ്ങൾ, നിറങ്ങൾ ചേർന്നൊരു ജീവനുള്ള കലാപ്രതിമ പോലെ. പൂക്കളത്തിനരികിൽ അർജുൻ നിശ്ചലനായി നിന്നു. ആമി തല താഴ്ത്തി പൂക്കളമിടുകയായിരുന്നു. മഴയുടെ നനവിലും അവളുടെ കണ്ണുകളിൽ ദൂരെ ഒരിടത്ത് നിന്നെത്തിയ വേദനയുടെ ഭാരം. "നോക്കൂ അർജുൻ," അവൾ പറഞ്ഞു. ശബ്ദത്തിൽ മൃദുത്വവും വേദനയും കലർന്നിരുന്നു. പൂക്കളത്തിന് ഒരു നിറം മാത്രമായിരുന്നെങ്കിൽ അതിനെ ആരും ഓണം എന്ന് വിളിക്കില്ല. നിറങ്ങളുടെ വൈവിധ്യത്തിലാണ് സൗന്ദര്യം. പക്ഷെ ചിലർ സമൂഹത്തെ ഒറ്റ നിറത്തിൽ രചിക്കാൻ നോക്കുന്നു. അർജുൻ ചെറുചിരിയോടെ അവളുടെ പൂക്കളത്തിൽ ഒരു ചുവന്ന പൂവ് ചേർത്ത് വെച്ചു. "അതിനാലാണ് ഞാൻ ഈ പൂക്കളത്തിൽ ചുവപ്പ് ചേർക്കുന്നത്. അത് വിപ്ലവത്തിൻ്റെ നിറമാണ്. നീ പറയുന്ന സൗന്ദര്യത്തിനും ഞാൻ കണ്ട സമത്വ സ്വപ്നത്തിനും വേണ്ടി." ആമി തലയുയർത്തി നോക്കി. ചുണ്ടിൽ മന്ദഹാസമുണ്ടായിരുന്നു. പക്ഷേ കണ്ണുകളിൽ ഉറച്ച ആശങ്കയുടെ മിന്നൽ തെളിഞ്ഞു. മഴയിൽ കുട പിടിച്ച് നടന്നു പോകുമ്പോൾ അവൾ വീണ്ടും സംസാരിച്ചു. "അർജുൻ, ഈ നാട്ടിൽ ഓണം ആഘോഷിക്കുന്നവരോടൊപ്പം പൂക്കളമിടാൻ പോലും അവകാശമില്ലാത്തവരുടെ കഥ കേൾക്കുമ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോ നാം ശരിക്കും ആഘോഷിക്കുന്നു എന്ന്?" അർജുൻ നിശബ്ദമായി നടന്നു. പിന്നെ പതുക്കെ മറുപടി നൽകി. "അല്ല അമ്മ, അത് ആഘോഷമല്ല. സ്വപ്നങ്ങൾ പൂത്തു വരുന്നതിന് മുമ്പ് പറിച്ചെറിയുന്ന കുറ്റമാണ്. എൻ്റെ ഓണപ്പൂക്കളത്തിൽ എല്ലായിടത്തു നിന്നും പൂക്കൾ വേണം. ഒറ്റ നിറം. അത് പൂക്കളമല്ല, ശവക്കുഴിയാണ്." ആമി വിറങ്ങലിച്ച വിരലുകളാൽ അവൻ്റെ കൈ പിടിച്ചു. അവളുടെ കണ്ണുകളിൽ ഒരേ ഒരു വാക്കു തെളിഞ്ഞിരുന്നു: പോരാടണം. പൂക്കളങ്ങൾ മാഞ്ഞുപോയി. ചോരയുറഞ്ഞു കറുത്ത വീഥികളിൽ മഴവെള്ളം ഒഴുകി ചോരച്ചാലുകൾ രൂപപ്പെട്ടിരിക്കുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിത്തുടങ്ങി. "വർഗീയത തുലയട്ടെ, സമത്വം വിജയിക്കട്ടെ, ഒന്നാകട്ടെ മനുഷ്യരാശി." പതാകയുടെ ചുവപ്പും മഴയുടെ തണുപ്പും ഒന്നായി കലർന്നപ്പോൾ അർജുൻ മുന്നോട്ട് നടന്നു. അവൻ്റെ കയ്യിൽ പതാക ഉയർന്നു പാറി. മഴത്തുള്ളികൾക്ക് പോലും അതിൻ്റെ നിറം കെടുത്താൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിലൂടെ കുറച്ചു പേർ ഒരു മരപ്പെട്ടി ചുമന്നു വരുന്നു. അടക്കം പറഞ്ഞു നിന്നവരുടെ ഇടയിൽ നിശബ്ദതയും പിന്നെ വിലാപവും. മഴത്തുള്ളികൾ വിലാപത്തിൻ്റെ സ്വരത്തോട് കലരുകയായിരുന്നു. അർജുൻ പതാക ഉയർത്തി മുന്നോട്ട് നടന്നു. ആ നിമിഷം പിന്നിൽ നിന്നും പൊട്ടിയെത്തിയ മിന്നലിനോടൊപ്പം ഒരു കഠാര നെഞ്ചു തുളച്ചു കടന്നു. വീഴുമ്പോൾ കണ്ണുകൾ മുന്നിലെ മരപ്പെട്ടിക്കുള്ളിലേക്ക് പതിച്ചു. അതിലെ തണുത്തുറങ്ങിയ മുഖം അവൻ തന്നെയായിരുന്നു. ആമി അവൻ ഇഷ്ടപ്പെട്ട ചുവന്ന സൽവാർ ധരിച്ച് മുന്നിലേക്ക് നടന്നു വരുന്നു. മഴയും കണ്ണുനീരും ചേർന്ന് അവളുടെ മുഖം നനഞ്ഞിരുന്നു. അവൾ മുഷ്ടി ചുരുട്ടി മഹാനഗരത്തിൻ്റെ നെഞ്ചു പിളർക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു: "വർഗീയത തുലയട്ടെ, പോരാട്ടങ്ങൾ തുടരട്ടെ." മഴ പാത കഴുകിക്കൊണ്ടിരുന്നു. പക്ഷേ പതാകയുടെ അരികിൽ വീണ ഗുൽമോഹർ പൂക്കൾ ഒറ്റ നിറം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു: ചുവപ്പ്. അപ്പോഴും ഇഷ്ടിക ചുമരിലെ വെളുത്ത അക്ഷരങ്ങൾ മഴയിൽ പോലും അലിഞ്ഞുപോയില്ല: വർഗീയത തുലയട്ടെ.